ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ 5 ലക്ഷണങ്ങൾ DPDRന്റെ പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഒന്നാം പാർട്ട്, ഫസ്റ്റ് പാർട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. DPDRന്റെ ആദ്യത്തെ 5 ലക്ഷണങ്ങൾ അതെങ്ങനെ വന്നു എന്നുള്ളത് വിശദീകരിക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ വേറൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെയായിരുന്നു പാർട്ട് 1. ഇനി ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പാർട്ട് 2 ആണ്. DPDR സിംറ്റംസ് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്തെ പാർട്ടാണ്. ഇത് പാർട്ട് 2. ഒന്നാമത്തതിൽ ഞാൻ 5 ലക്ഷണങ്ങൾ, പ്രധാന ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടുള്ള 5 ലക്ഷണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ലക്ഷണം മെമ്മറി ലോസ്. അതായത് നമുക്ക് മെമ്മറി ലോസ് ഉണ്ട്. ഇത്ര നേരം, അതായത് DPDRന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണ്? റിയലൈസേഷൻ ഇല്ല, ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥമല്ല, ഞാൻ ചെയ്യുന്നതൊന്നും യഥാർത്ഥമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് പല ഓർമ്മക്കുറവുകളും ഉണ്ടാവാം. ഞാൻ കുറച്ച് മുമ്പ് ചെയ്തത് അപ്പോൾ ചെയ്തതാണോ എന്ന് എനിക്ക് തോന്നാം. ഇന്നലെ ചെയ്തത് ഞാൻ എങ്ങനെ ചെയ്തിരുന്നു എന്ന് തോന്നാം. ചെയ്തിട്ടില്ലേ? ഒരാൾ വന്ന് എന്നോട് ചോദിക്കുകയാണ്, അവിടെ ഇന്നലെ നീ ബ്ലാക്ക് ഷർട്ട് ആണല്ലോ ഇട്ടിരുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇന്ന് ബ്ലാക്ക് ഷർട്ട് ആണോ ഇട്ടിരുന്നത്, എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ എന്നുള്ള അവസ്ഥ വരും. ഇത് പൊതുവെ മെമ്മറി ലോസ്, അതായത് എനിക്ക് പലതും ഓർമ്മയില്ല, പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഓർമ്മയില്ല എന്നുള്ള ഒരു ചിന്താരീതി. ഇത് സാധാരണ ആങ്സൈറ്റിയുടെ കൂടെ വരുന്നതാണ്. ഏത് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള, പാനിക് ഡിസോർഡർ ആണെങ്കിലും ആങ്സൈറ്റി ഡിസോർഡർ ആണെങ്കിലും ഈവൻ OCDക്ക് പോലും കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ് മെമ്മറി ലോസ്. അതേ ലക്ഷണം തന്നെയാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. കാരണം എന്താ? റേസിംഗ് തോട്ട്സ് ആണ്. ഒരുപാട് കണ്ടിന്യൂസ് ആയി ചിന്തിക്കുന്ന, വളരെ ഫാസ്റ്റായി പല 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 ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഓർമ്മ വയ്ക്കുവാൻ സാധിക്കില്ല. അതാണ് സംഭവിക്കുന്നത് മെമ്മറി ലോസ് കൊണ്ട്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം എന്താണ് എന്നുള്ളതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇതിന്റെ പാർട്ട് 1 കാണാതിരിക്കരുത്. അതിന് തുടർച്ചയായി വേണം ഈ പാർട്ട് 2 കാണാൻ. എന്നാലും നമുക്കത് പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. ഈ വീഡിയോയുടെ രണ്ടാമത്തെ പോയിന്റ് ആണ് ഇമോഷണൽ നംബ്നെസ്. പലപ്പോഴും നമുക്ക് തോന്നും, ഈ DPDR ഉള്ളവർക്ക് തോന്നും, ഈ നംബ്നെസ്, അതായത് എനിക്ക് ഇമോഷൻസ് ഇല്ല, എനിക്ക് കരയാൻ കഴിയുന്നില്ല, എനിക്ക് ദേഷ്യപ്പെടാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്നു. എനിക്ക് എമോഷൻസ് വരുന്നില്ല, എനിക്ക് വികാരങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. ഈ വികാരങ്ങൾ വരുന്നില്ല എന്ന് വിഷമിക്കുന്നത് തന്നെ ഒരു വികാരമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വികാരങ്ങൾ വരുന്നില്ല എന്ന് വിഷമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വികാരങ്ങൾ വരുന്നില്ല എന്നല്ല അർത്ഥം, വികാരങ്ങൾ വരുന്നുണ്ട് എന്നാണ്. ആ വികാരങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല, കാരണം നമ്മൾ ആ സ്റ്റേറ്റിലല്ല. ഒരാള് നമുക്ക് വിഷമം വരുത്തുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അതിനേക്കാളും പ്രധാനപ്പെട്ട ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട ശാരീരിക മാനസിക സിംറ്റംസ് ഉള്ളപ്പോൾ ആ വിഷമിക്കുന്ന കാര്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ആലോചിക്കുക, ഇതിനേക്കാളും വലിയ പ്രശ്നം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊന്നൊരു വിഷയമല്ല എന്നുള്ള ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഇമോഷൻസ് എനിക്ക് വരുന്നില്ല എന്നുള്ള ചിന്തകൾ തെറ്റാണ്, അത് യാഥാർത്ഥ്യമില്ല. അടുത്ത സിംറ്റം പൊതുവെ എല്ലാവരും പറയാറുള്ളത് മനസ്സ് ബ്ലാങ്ക് ആണ്. മനസ്സ് ടോട്ടലി ബ്ലാങ്ക് ആണ്, എനിക്ക് ഒന്നും ചിന്തകളൊന്നും വരുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ള അത്തരത്തിലുള്ള ഒരു ചിന്താരീതി. യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കൂ. നമ്മൾ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്താ? നംബ്നെസ് ആണ്. നമ്മൾ ചുറ്റുപാടും എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നതൊന്നും റിയൽ അല്ലേ, എന്റെ ചുറ്റുപാടൊന്നും യാഥാർത്ഥ്യമല്ലേ, ഞാൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ തോന്നുന്നു. എന്റെ മൈൻഡ് ബ്ലാങ്ക് ആണ്, എനിക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ, അതാണ് ഹൈപ്പർ വിജിലന്റ് എന്ന് പറയുന്നത്. ഈ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ആങ്ഷ്യസ് ആയിരിക്കുമ്പോൾ, ഹൈപ്പർ വിജിലന്റ് ആയിരിക്കുമ്പോൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. അതാണ് റേസിംഗ് തോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ആ റേസിംഗ് തോട്ട്സിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അതിനേക്കാൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിനെ നമ്മളൊരു അൺറിയാലിറ്റി ആയി കാണുന്നത് കൊണ്ട് മനസ്സ് ബ്ലാങ്ക് ആയി നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അത് യാഥാർത്ഥ്യമല്ല.
അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് പൊതുവെ ഈ DPDR ഉള്ളവർക്കും ആങ്സൈറ്റി ഉള്ളവർക്കും പാനിക് ഡിസോർഡർ ഉള്ളവർക്കും എല്ലാം തോന്നുന്ന ഒരു ചോദ്യമാണ്, മനസ്സിൽ വരുന്ന ഒരു സംശയമാണ്, ഞാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പിക്കെ, അല്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കുന്നു? പിന്നെ ഒരു പൂച്ചയെ കണ്ടാൽ ഈ പൂച്ചയ്ക്ക് ഇത് ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഒരു കിളിയെ കണ്ടാൽ ആ കിളി ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ആ പക്ഷി ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? എന്നുള്ള പൊതുവെ ജീവിത സാഹചര്യത്തെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന, സംശയത്തോടു കൂടി കാണുന്ന ഒരു തരം ചിന്താഗതി, അതും ഈ DPRന്റെ ലക്ഷണമാണ്. അതിന് കാരണം സിമ്പിളാണ്. നമ്മുടെ ഈ വളരെയധികം പേടിച്ച മാനസികാവസ്ഥയാണ് അതിന് കാരണം. ഇതിന്റെ കൂടെ വരുന്ന അഞ്ചാമത്തെ സിംറ്റം, പ്രധാനപ്പെട്ട സിംറ്റങ്ങളിൽ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ 5 സിംറ്റംസ് പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ 5 സിംറ്റംസ് പറയുകയാണ്. ഈ 10 സിംറ്റംസിൽ 10ാമത്തെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ 5ാമത്തെ പ്രധാനപ്പെട്ട സിംറ്റംസ്, ചെറിയ ചെറിയ മറ്റ് സിംറ്റംസും വരാറുണ്ട്, ഇതൊരു പ്രധാനപ്പെട്ട സിംറ്റം. ഇതിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്യുന്നത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളെയും നമ്മൾ വളരെ പേടിയോടെ കാണും. ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. പെട്ടെന്ന് വരുന്ന പേടികൾ, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പേടികൾ. ഒരു ശബ്ദത്തെ കേട്ടാ പേടി, പെട്ടെന്ന് പ്രകാശം വന്നു കഴിഞ്ഞാൽ പേടി, ഒരു മോളിനകത്ത് പ്രവേശിച്ച് അതിനകത്തെ ആളുകളെയും ശബ്ദവും വെളിച്ചവും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു തരം പേടി നമ്മൾ അരിച്ചു കയറുക. വല്ലാതെ തിരക്കുള്ള ബസ്സിൽ കയറിയാൽ പേടി, തിരക്കില്ലാത്ത ബസ്സിൽ കയറിയാൽ പോവും പേടി, അടഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഒരു സിനിമാ തിയേറ്ററിലേക്ക് കയറിയാൽ പേടി. ഇതിനു മുമ്പ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇപ്പോൾ പലപ്പോഴും ഒരു പേടിയായി തോന്നും. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പേടി, അടിസ്ഥാനമില്ലാത്ത പേടികളായിട്ട് നമുക്ക് തോന്നാം. എന്താണ് ഇതിന് കാരണം? നമ്മുടെ മനസ്സ് ഹൈപ്പർ വിജിലന്റ് ആണ്. ചുറ്റുപാടും നടക്കുന്ന ചെറിയ 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 മാറ്റങ്ങളെ പോലും ഫോക്കസ് ചെയ്ത് ആ മാറ്റത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് ശരീരത്തിനകത്ത് ഒരു ആങ്സൈറ്റി റെസ്പോൺസ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഈ ആങ്ഷ്യസ് ആയിരിക്കുന്ന ആളുടെ മനസ്സും ശരീരവും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പ്രശ്നത്തിന് കാരണം. നമ്മൾ വളരെ സാധാരണ അറ്റ്മോസ്ഫിയറിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെളിച്ചം വന്നാൽ നമ്മളൊന്ന് ഞെട്ടും. കാരണം എന്താ? നമ്മൾ ആങ്ഷ്യസ് ആണ്, ഹൈപ്പർ വിജിലന്റ് ആണ്. ആ വന്ന വെളിച്ചത്തിനെ നമുക്ക് ഉൾക്കൊള്ളാൻ അതൊരു ത്രെട്ടാണ്, അതൊരു പേടിപ്പിക്കുന്ന സംഭവമാണ് എന്നാണ് നമ്മുടെ മനസ്സ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഉടനെ നമ്മുടെ ബോഡി അതിന്റെ റിയാക്ഷൻ ചെയ്യും, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിയാക്ഷൻ ചെയ്യും. പെട്ടെന്ന് നെഞ്ചിരിപ്പ് കൂട്ടുകയോ പെട്ടെന്ന് പേടി എന്ന് പറഞ്ഞൊരു വികാരം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയോ എല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ഇത്തരം പേടികൾ നമുക്ക് വരുന്നത്. ഈ പ്രശ്നങ്ങളിലെല്ലാം, ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം. നമ്മുടെ ശരീരത്തിന്റെ വളരെ സ്വാഭാവികമായ, വളരെ സാധാരണമായ, ഈ 2 വീഡിയോസിലും പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളിലും വളരെ സ്വാഭാവികമായ, വളരെ സാധാരണമായ ഈ സിംറ്റമാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം. ഈ ലക്ഷണങ്ങൾ വരുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു ദോഷവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ലക്ഷണങ്ങളെ ഒരു കാരണവശാലും പേടിക്കരുത്. ഈ ലക്ഷണങ്ങളെ പേടിക്കാതിരിക്കുക മാത്രമല്ല, ഇത് താൽക്കാലികമാണ് എന്നും ഇത് എത്രയും വേഗം മാറും എന്നുമുള്ള ഉറപ്പ്, കോൺഫിഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഇത് വല്ലാത്തൊരു അവസ്ഥയാണെന്നും ഇത് മാറില്ല എന്നും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുമെല്ലാം ഒരു കാരണവശാലും ചിന്തിക്കരുത്. ഇതെല്ലാമാണ് ഇതിന്റെ രത്നച്ചുരുക്കം. അതായത് DPDR ലക്ഷണങ്ങളെ പേടിക്കേണ്ട, അവ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വളരെ ഭംഗിയായി ഒരു ഹാനിയും ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന പ്രശ്നങ്ങളുടെ DPDRനെ പൊതുവെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് അടുത്ത ഇതിന്റെ തന്നെ DPDR എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ പാർട്ട് 3 ആയി ഞാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയും കാണാൻ നിങ്ങൾ മറക്കരുത്.